നമസ്കാരം. സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഗ്രാം പഴയ ബാത്റൂം പുതുപുത്തനാക്കാൻ വേണ്ടിയുള്ള വഴികളാണ്. പഴയ ബാത്റൂം പുതുപുത്തനാക്കാനുള്ള വഴികളാണ്. വളരെ എളുപ്പം മാർഗ്ഗം. പുതിയ വാങ്ങിച്ച ടൈലൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അത് തിളക്കാൻ വേണ്ടി അതിമനോഹരമായിട്ടുള്ള കെമിക്കൽസുകളുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ബാത്റൂം ഉണ്ടല്ലോ കിട്ടു ബാത്റൂമായിട്ട് മാറ്റാം. നമുക്ക് കിടന്നാലോ? യെസ്, ഇതാണ് ബാത്റൂംസ്. ഈ കാണുന്ന നോക്കി, എത്ര മോശമായ ബാത്റൂമാണ്. വാഷ് ബേസിനൊക്കെ നോക്കി, ഇരിക്കുന്ന നോക്കി, എത്ര മോശമാണ്. ഇത് നോക്കി, ഈ ബാത്റൂംസ് ഇതിനേക്കാളും മോശമുള്ളൊരു ബാത്റൂം ഉണ്ടാവില്ല. ഈ ബാത്റൂമാണ് നമ്മളിന്ന് പുതുപുത്തനാക്കാനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചില്ല. അടിപൊളിയാക്കി കാണിച്ചിരും. നമ്മുടെ ഏറ്റവും ഹൈജീൻ പാർട്ട് ഏതാ? നമ്മുടെ ബാത്റൂംസാണ്. ഇതെങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകണം. ഓക്കെ, യെസ്, ഇതാണ് പ്രൊഡക്റ്റ്. 1 ലിറ്റർ ഉള്ളൂ. വെബർ കമ്പനിയുടെയാണ്. വെബർലിൻ സിറാപ്ലസ്. വെബർലിൻ സിറാപ്ലസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ ബാത്റൂം ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ഗ്ലവ് വേണം, നിർബന്ധമാണ്. അതിനുള്ള സാധനങ്ങൾ വേണം. അത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ്. ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്കിങ്ങനെ ബ്രഷ് വേണം, കെമിക്കൽ വേണം, ഈ ഗ്ലവ് വേണം. ഗ്ലവ് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ഗ്ലവ് ഞാൻ പൊട്ടിക്കാം. ഗ്ലവ് ഇല്ലാതെ നിങ്ങൾ ചെയ്യരുത്. പ്രത്യേകിച്ച് ചെറിയ കെമിക്കൽസൊക്കെ ഉണ്ടാവും. കാരണം അതുകൊണ്ട് പിന്നെ വളരെ മോശമായി കിടക്കുന്ന ബാത്റൂമാണ്. അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ട് ഗ്ലവ് ഇട്ടിരിക്കണം ചെയ്യുമ്പോൾ. ഈ കെമിക്കൽ നമുക്ക് എടുക്കാം. ഈ കെമിക്കൽ എടുത്ത് കളറ് ബ്ലൂ കളറാണ് കണ്ടോ. അതുകൊണ്ട് വളരെ കുറച്ചെടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലും ഡൈല്യൂട്ട് ചെയ്യാം കേട്ടോ. വെള്ളത്തിലും ഡൈല്യൂട്ട് ചെയ്യാം. അതുകൊണ്ട് എന്തായാലും വെള്ളത്തിലും ഡൈല്യൂട്ട് ചെയ്യാം. നമുക്ക് ഇതിനും കൊണ്ട് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൊത്തം അപ്ലൈ ചെയ്ത് അരമണിക്കൂർ നമുക്ക് ഇടാം. നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണോ അതൊക്കെ അപ്ലൈ ചെയ്യാം. എല്ലാ കൂടുതൽ കംപ്ലൈൻറ്റ് ഉള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്യാം. നമുക്കിത് അപ്ലൈ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ, ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഒരു കേരളക്കാരുടെ വഴികാട്ടി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലേക്ക് ഇതിൻ്റെ ഒപ്പം നമുക്ക് കേട്ടു പോകാം. അപ്പോൾ കുറേ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. ഓക്കെ, അതിലേക്ക് കിടക്കാം. കുറച്ച് വെള്ളം നമ്മൾ ആദ്യം ചെയ്യണം. വെള്ളം ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ഇതിങ്ങനെ ഈ കെമിക്കൽ അപ്ലൈ ചെയ്യണം. ഈ കെമിക്കൽ നമ്മൾ ഈ വെള്ളം കുറച്ച് ഒഴിച്ചതിന് ശേഷം വെള്ളത്തിന് കൂടെ ഈ കെമിക്കൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാൾ ആൻഡ് ഫ്ലോർ ചെയ്യാം. ഫ്ലോർ മാത്രമല്ല വാൾ ചെയ്യാം. അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പ്രശ്നം തന്നെ. ഇതുമാതിരി ഒരു വാളും ഇതുമാതിരി വെള്ളമൊക്കെ ഒഴിച്ച് വാളും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാം വാളൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ചെളി വന്നെടുത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ട പതയണ്ട, കണ്ട കെമിക്കൽ വർക്ക് കിടക്കണണ്ട. ഇതാണ് നമ്മൾ ഈ കെമിക്കലിൻ്റെ പ്രത്യേകത. കണ്ട, ഇത് നമ്മൾ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഈ സാധനം നമ്മൾ അങ്ങനെ ചെയ്തേണ്ടല്ലോ പുതുപുത്തനായിരിക്കും. അല്ലാതെ ഇത് നമ്മൾ അത്രയാണ് ബാത്റൂമൊക്കെ പുതുപുത്തന. കണ്ട ആ ബ്ലാക്ക് സ്പോട്ടൊക്കെ പോയി കിടക്കണ്ട. ഇപ്പോൾ വൈറ്റായി. ഞാൻ പെട്ടെന്ന് തുടച്ചു. ശരിക്കും ഇതൊരു അരമണിക്കൂറോടെ കിടക്കണം. കണ്ട ഇതിൻ്റെ അഴുക്കൊക്കെ പോയി. കണ്ട പുത്തനായി. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് നിറച്ച് ബ്ലാക്ക് സ്പോട്ടാണ്. നമുക്ക് ഇത് ഈ കെമിക്കൽ ഒഴിച്ചു. കണ്ട അപ്പോൾ അതിനാണ്. കണ്ട ഇതിൻ്റെ ക്വാളിറ്റി കണ്ട. ബാത്റൂമൊക്കെ പുതുപുത്തനാക്കണണ്ട. കണ്ട അതിൻ്റെ എഫർട്ട് വർക്ക് ചെയ്യണണ്ട. അത് ചെളി മാത്രം തിരഞ്ഞെടുത്തത് പിടിച്ചോളും. അത് ഒരിക്കലും അഴുക്കുകൾ, ചെളികൾ, കറകൾ ഇത് മാത്രം തിരഞ്ഞു നോക്കി എടുത്ത് കളഞ്ഞോളും. നിങ്ങൾ ടൈൽസിന് ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് വരില്ല. മിനിമം ഇതൊരു അരമണിക്കൂർ നമ്മൾ വെക്കണം. 15 മിനിറ്റ് അരമണിക്കൂർ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഇത് കഴുകി കഴിഞ്ഞാൽ ആ ബ്ലാക്ക് സ്പോട്ടൊക്കെ പോയിട്ടുണ്ട്. പ്യൂർ വൈറ്റായി കണ്ട. ഇത് പ്യൂർ വൈറ്റായി കണ്ട. ടൈലിൻ്റെ അതേ ക്വാളിറ്റി കണ്ട. വളരെ സിമ്പിളാണ്. 1 മിനിറ്റ് പോലും വേണ്ട ചെയ്യാൻ. 1 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ചെയ്യാൻ ഒരാൾക്ക്. കണ്ട പുതുപുത്തനായ ബാത്റൂം വേണ്ട. പുതുപുത്തനായിട്ട് ബാത്റൂം വരും. 1 മിനിറ്റ് വേണ്ട. ചെളി മാത്രം നോക്കിയെടുത്ത് ചെയ്ത് കളഞ്ഞോളൂ. ഇത്
100% ഗ്യാരണ്ടി. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ബാത്റൂമിൻ്റെ അഴുക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ തരും ഈ സാധനം. ഇതിൻ്റെ പൈസ റീഫണ്ട് തരും. പുതുപുത്തൻ ധൈര്യമായിട്ടിരുന്നു. അതെ ഒന്നുകൂടി നമുക്ക് ഒഴിക്കാം. കണ്ട ടൈലിന് കംപ്ലൈൻറ്റ് വരില്ല. കണ്ട എന്തായാലും പുതുപുത്തൻ കണ്ട ടൈല് പുതിയ ടൈലുണ്ട്. പഴയ ടൈല് മാറി പുതിയ ടൈല് വരും. അപ്പോൾ നമുക്ക് ഈ മൊത്തം ബാത്റൂം ഒന്ന് കഴുകി കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി പരിചയപ്പെടുത്താം. എല്ലാവരും പുതിയ ബാത്റൂമിലേക്ക് പുതിയ ടൈല് വാങ്ങിച്ച് ഒട്ടിക്കാൻ പോകരുത്. നമ്മളെപ്പോഴും പഴയ ബാത്റൂം മെയിൻ്റെനൻസ് ചെയ്യണം, യൂറോപ്യൻസ് ആൾക്കാരുടെ പോലെ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കക്കൂസ് ഇല്ലാത്തതല്ല, കക്കൂസ് കഴുകാത്തതാ. അതാണ് നമ്മൾ വൃത്തിയാക്കിയാലോ ഒരു സാധനം നമ്മളെല്ലാം ഉണ്ടാക്കിയിടും. ഏറ്റവും മികച്ചതായിട്ട് ഉണ്ടാക്കാൻ നമുക്കറിയാം. പിറ്റേ ദിവസം മൂലം അങ്ങ് തിരിഞ്ഞു നോക്കിയാല. ഈ ലോകത്ത് ഏത് വസ്തുവും, ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് മനസ്സിലായത്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണെങ്കിലും ഈഫൽ ടവർ ആണെങ്കിലും ഏത് ലോകാത്ഭുതമാണെങ്കിലും ഇന്ന് കാണുന്ന മട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ 100 കണക്കിന് ആളുകൾ രാവും പകലും അത് വൃത്തിയാക്കാൻ, മെയിൻ്റനൻസ് നടത്താൻ, തിളക്കി തേച്ച് മിനുക്കി നിർത്താൻ പണിയെടുക്കുന്നുണ്ട്. നമ്മളൊരു കക്കൂസ് പണിയും ഇട്ടിട്ട് പോകും, 2 ആഴ്ച കഴിയുമ്പോൾ ടൈല് പൊട്ടും, പിന്നെ അത് ക്ലീൻ ചെയ്യില്ല, മൂക്കൊത്താതെ കയറി. ഈ പണത് ആ പിറ്റേ ദിവസം നല്ലതായിരുന്നല്ലോ, ഗംഭീരമായിരുന്നല്ലോ അല്ലേ? നമ്മുടെ റോഡുകൾ ടാർ ചെയ്യുന്ന അന്ന് നല്ലതല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ റോഡ് വർക്കുകൾ ചില ദിവസങ്ങളിൽ നല്ലതല്ലേ? പിന്നെയല്ലേ മോശമാകുന്നത്? നമ്മുടെ പണിത് എല്ലാ ആശുപത്രികളും ആദ്യത്തെ ദിവസം നല്ലതായിരുന്നില്ലേ? ഇപ്പൊ എങ്ങനെയാണ് അങ്ങനെ ആയത്? അപ്പോൾ മെയിൻ്റനൻസ് ആണ് ഇന്ത്യക്കാർക്ക് ഇല്ലാത്തത്, മലയാളികൾക്കും ഇല്ല. യൂറോപ്യൻസ് ആൾക്കാർ എപ്പോഴും മെയിൻ്റനൻസിലാണ് ഇൻട്രസ്റ്റ്. പുതിയ ടൈല് വാങ്ങിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല യൂറോപ്യൻസ്. ഉള്ളത് വളരെ മെയിൻ്റനൻസ് ചെയ്യും. ഒരു ചെറിയ അഴുക്കുണ്ടെങ്കിൽ മുട്ടുസൂചി ഉപയോഗിച്ച് കളയും. അതാണ് യൂറോപ്യൻസ്. അതുമാതിരി ഇന്ത്യക്കാർ മാറണം. അതിനാണ് നമ്മൾ നേരത്തെ കണ്ട സന്തോഷമുള്ളവരൊക്കെ പറഞ്ഞ പരിപാടി കേട്ടില്ലേ, അതുമാതിരി നമ്മൾ ചെയ്യണം. അല്ല നമ്മൾ പുതിയത് വാങ്ങിക്കരുത്. ഉള്ളത് മെയിൻ്റനൻസ് ചെയ്യാൻ പഠിക്കണം. അതിലേക്കാണ് നമ്മുടെ ശീലം മാറ്റേണ്ടത്. യൂറോപ്യൻസുകാരൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പുതിയത് വാങ്ങിച്ച് പണിയാനും പുതിയത് വാങ്ങിച്ച് ഒട്ടിക്കാനൊന്നും നമുക്ക് ആരുടെ കഴിവ് വേണ്ട. അതൊക്കെ നമുക്ക് നമ്മുടെ മക്കളും ചെയ്യും, ആരും ചെയ്യും. നമ്മൾ ചെയ്യുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടത് ഏറ്റവും എളുപ്പം അല്ലാത്തതായ ഡെയിലി മെയിൻ്റെനൻസ് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ കഴിവ് തെളിയിക്കേണ്ടത്. എന്തോ ഈ ടൈലിൻ്റെ തിളക്കം, ഈ ആ കെമിക്കലിട്ടപ്പോൾ എൻ്റെ തിളക്കമൊക്കെ നോക്കിയേ, എന്തോ പെർഫെക്ഷൻ. എന്താണ് അഴുക്കളൊക്കെ പോയി കണ്ട, എന്താ എൻ്റെ തിളക്കം. ഇതിനൊക്കെ തിളക്കം കണ്ട, എന്താ എൻ്റെ ഷെയ്ഡൊക്കെ മാറി കണ്ട, അതിൻ്റെ തെളിച്ചൊക്കെ കണ്ട പുറത്തേക്ക് വന്നപ്പോൾ എന്താ ഭംഗി ആ കെമിക്കൽ. പിന്നെ ഇത് ജോയിൻ്റ് കണ്ട, ഈ ജോയിൻറ്റിലൊക്കെ അഴുക്കൊക്കെ പോയി കണ്ട, എന്താ പെർഫെക്റ്റായി കണ്ട. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്കളൊന്നും ഉണ്ടാവില്ല. ഫ്ലോറൊക്കെ പുതുപുത്തനായി, ബാത്റൂമൊക്കെ പുതുപുത്തനായി. പിന്നെ ഗ്രാജുവലായിട്ട് ചെയ്യുമ്പോൾ കുറേ പോട്ടോ, നമ്മൾ ഈ കാണുന്ന പോലെയല്ല, കുറേ പോവും. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാ, തെളിച്ചൊക്കെ വന്നിട്ടുണ്ടാവും. ബാത്റൂംസ് നല്ല പെർഫെക്റ്റായി. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോയി നല്ല എന്ത് തെളിച്ച ക്വാളിറ്റി നോക്കിയ ടൈൽസിൻ്റെ ഒക്കെ നല്ല പെർഫെക്ഷനായിരുന്നു. സൂപ്പർ പ്രൊഡക്റ്റ് അല്ലേ? ബാത്റൂമൊക്കെ വെട്ടി തിളങ്ങുന്നില്ല. ഇത്ര മോശമായ ബാത്റൂം ഇത്ര മനോഹരമാകാൻ വേറെ ഒരു ചാൻസും ഇല്ല ഈ പ്രൊഡക്റ്റ് അതല്ലാതെ. ഇത് വെബർ കമ്പനിയുടെ വെബർലിൻ Ceraplus എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചോ, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല, 100% ഗ്യാരണ്ടിയാണ്. ഇനി ഇതിൻ്റെ വിലയായിരിക്കും എല്ലാവരും ഉദ്ദേശിക്കുന്നത്. വെറും 185 രൂപയാണ് MRP. വെറും 185 രൂപ. 185 രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. പക്ഷേ ചില കൊറിയർ ഓഫീസ് തൊട്ടടുത്ത സ്ഥലങ്ങൾ വീടുകളാണെങ്കിൽ മാത്രമേ എത്തിച്ചേരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കൊറിയർ ഓഫീസിൽ വന്ന് വാങ്ങിക്കണം. ശ്രദ്ധിക്കുക, ചില കൊറിയറുകൾ മാത്രമേ വീടുകളിൽ എത്തിച്ചേരൂ, അല്ലെങ്കിൽ നമ്മൾ കൊറിയർ ഓഫീസിൽ വന്ന് വാങ്ങിക്കണം നിർബന്ധമാണ്. വേറെ മാർഗമില്ല. അത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇതിലുണ്ട്. ഇതിൽ കയറി ഓൺലൈൻ സൈറ്റിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് സർവീസ് തരുന്നതാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന പ്രതീക്ഷ കൊണ്ട് ഇന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം.